ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ വ്യവസായത്തിന്റെ ക്ലാസ് ആണെന്ന് എൻ്റെ ഒപ്പം പെട്ടെന്ന് പഠിച്ചു പോവുക കേട്ടോ. ആദ്യത്തെ ചോദ്യം നോക്കാം മക്കളെ, സെറ്റാണോ? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്ത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഓക്കെ സുമീന, ഞാൻ പർച്ചേസ് ചെയ്തു, പക്ഷെ എനിക്കിഷ്ടം മാമിന്റെ വോയിസ് ഉള്ള ക്ലാസ് ആണെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ. ഏതാ മക്കളെ ആൻസർ? പരുത്തിയാണ് അല്ലെ? എന്താണ് ആൻസർ അവിടെ? പരുത്തിയാണ്. ഓക്കെ, ഏതാണ് ആൻസർ അവിടെ വരിക? പരുത്തി അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് മക്കളെ? പരുത്തിയാണ് അല്ലെ? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തിയാണ്. ഏതാ? ഇവിടെയാണ് ജന്മദേശം. ജന്മദേശം ഇന്ത്യയാണ്. എവിടെയാണ് ജന്മദേശം? ഇന്ത്യയാണ് അല്ലെ? ശാസ്ത്രീയ നാമം എന്താണ്? ഗോസിപ്പിയം ഹിർട്ടൂസം വന്നല്ലേ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഏത് തന്നെയാണ്? ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഗുജറാത്താണ്. ഏത് സംസ്ഥാനമാണ്? ഗുജറാത്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താണ്? ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് അല്ലെ? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് പാലക്കാട് അല്ലെ? ഏത്? പാലക്കാട്. നമ്മുടെ പാലക്കാട് ചിറ്റൂരും ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എൻ്റെ വോയിസ് വളരെ രസമുള്ള വോയിസ് ആണ് പറഞ്ഞു, പക്ഷെ എനിക്കിതറിയാം പാറയിൽ വല്ല ചിരട്ടയിട്ട് ഉരയ്ക്കണ പോലെയാണ് എൻ്റെ സൗണ്ട് എന്ന് നല്ലോണം അറിയാം. അപ്പൊ കളിയാക്കുമ്പോ ഇത്രയൊക്കെ തള്ളുമ്പോ അത്ര മയത്തിലൊക്കെ എല്ലാവരും തള്ളുക കേട്ടോ. ഒട്ടും പറ്റാത്തൊരു സൗണ്ടാണ് എൻ്റെ. അടുത്ത, ഇന്ത്യയിൽ ചണ വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏതു നദീതീരത്താണ്? ഇന്ത്യയിൽ ചണ വ്യവസായം അല്ലെ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏതു നദീതീരത്താണ്? ഏതാണ് മക്കളെ ആൻസർ ആയിട്ട് വരിക? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, ഒന്ന് ആക്റ്റീവ് ആയിരുന്നേ. ഏതാണ്? ഹൂഗ്ലി ആണ് അല്ലെ? ഏതാണ്? ഹൂഗ്ലി ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഏതാണ്? പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീ തീരത്തെ കേന്ദ്രീകരിച്ചാണ് പ്രധാന വ്യവസായമായിരുന്നു ചണം അല്ലെ? ഇന്ത്യയിൽ ആദ്യത്തെ ചണമിൽ ആരംഭിച്ച സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അത് റിഷ്റയാണ്. ഏതാണ്? റിഷ്റയാണ്. 1855 എന്ന് മനസ്സിലാക്കുക. റിഷ്റ എവിടെയാണ്? കൊൽക്കത്തയാണ് അല്ലെ? ഏതാണ്? കൊൽക്കത്തയാണ്. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ചോദിക്കുകയാണെങ്കിൽ അതും ഏതാണ് മക്കളെ? കൽക്കത്തയാണ് അല്ലെ? ഏതാണ്? അതും കൊൽക്കത്തയാണ്. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? കൊൽക്കത്ത തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ചണം ഉൽപാദനത്തിൽ മുന്നിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് ആണ്. ഏതാണ്? ആന്ധ്രാപ്രദേശിനാണ്. ലോകത്തിൽ തന്നെ നമുക്കറിയാം ചണം മുന്നിൽ രാജ്യം ഇന്ത്യയാണ് പറഞ്ഞു. ചണം ഉൽപാദനത്തിനും വ്യവസായത്തിനും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനവും ഏതാണ്? അത് പശ്ചിമ ബംഗാൾ തന്നെയാണ്. കേരളത്തിൽ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തിയാണ് എന്ന് പറയുന്നു. ശരിയാണോ? മത്തിയാണോ? അല്ല, മത്തിക്ക് ഇപ്പൊ ഭയങ്കര വില കുറവാണല്ലേ? ഏതാണ് മക്കളെ? കരിമീനാണ്. അപ്പൊ അത് തെറ്റാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്നു. അതെന്താണ്? അത് അവിടെ ശരിയാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്നത് അതെന്താണ്? ജൻകു ആണ് എന്ന് പറയുന്നു. കേരള മത്സ്യ ബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ് എന്ന് പറയുന്നു. ശരിയാണോ? അല്ല. ഏതാണ് മക്കളെ? അത് കൊച്ചിയാണ്. എന്താണ്? കൊച്ചിയാണ്. അപ്പൊ നമ്മളുടെ ആൻസർ ഏതാണ്? 1ഉം 4ഉം തെറ്റാണ് അല്ലെ? 1ഉം 4ഉം തെറ്റാണ്.
ഒരു കാര്യം പറയാ, ഒന്ന് ആക്റ്റീവായി ഇരുന്നോളൂ കേട്ടോ. എനിക്ക് സത്യത്തിൽ ഞാൻ മാത്രം ക്ലാസ് എടുക്കാം, നിങ്ങൾ ആക്റ്റീവ് ഇല്ലെങ്കിൽ ഞാൻ മിണ്ടാതെ പോവേ. ഇപ്പൊ ശരി, നാളെ പ്രിലിംസ് സമയത്ത് ഇതുപോലെയാണെങ്കിൽ ഞാൻ ആ പരിപാടി നിർത്തും, ഉറപ്പാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതൊരു ഓഫ്ലൈൻ ക്ലാസ് പോലെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്നെയും തെറി പറയാം, ഞാൻ നിങ്ങളെയും തെറി പറയാം, നിങ്ങൾക്ക് എന്നോടും അഭിപ്രായം പറയാം, എന്ത് വേണമെങ്കിലും അവിടെ പറയാം. നമ്മളൊക്കെ ഭയങ്കര ഒരു കൂട്ടായ്മയാണ്, ഒരു ഫ്രണ്ട്സാണ്, ഒരു ടീമാണ്. ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എൻ്റെ നമ്പറൊക്കെ അവിടെ ഉണ്ട്, എന്ത് വേണമെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞോളൂ. പക്ഷേ ക്ലാസ് ഇരിക്കുന്ന സമയത്ത് വളരെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾക്കാണ് ജോലി, എനിക്കല്ല. ക്ലിയർ ആണോ? ചിലപ്പോൾ ഞാൻ പൊട്ടത്തരൊക്കെ വിളിച്ച് പറയും, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഏതാണ് അവിടെ പറഞ്ഞേ? ഏതാണ്? ഒരെണ്ണ ആൻസർ പറയില്ല. 1907 ടാറ്റ ആൻഡ് അയൺ അല്ലെ, അയൺ സ്റ്റീൽ ഇരുമ്പുരുക്കാണോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് അല്ലെ, ഓപ്ഷൻ എ ആണ്. ഏതാണ്? ടാറ്റ ആൻഡ് അയൺ ഇരുമ്പുക്ക് അല്ലെ, ഏതാണ്? ഓപ്ഷൻ എ ആണ്. ടാറ്റ ആൻഡ് അയൺ ഇരുമ്പുക്ക് ടിസ്കോ അല്ലെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് മക്കളെ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് പറഞ്ഞേ? ജംഷഡ്പൂർ. എവിടെയാണ്? ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാ പിന്നെ എന്താണ് ആൻസർ? സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലുള്ള അല്ല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? ഈ ടിസ്കോ എന്ന് പറയുന്നത്. അടുത്ത് എന്താണ്? ഭിലായ്. എന്താണ് ഭിലായ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അല്ലെ എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഏത് വർഷമാണ് വന്നത് ചോദിച്ചിട്ടുണ്ട്. 1959 എപ്പോഴാണ്? എനിക്ക് ടൈം ടേബിള് ലിങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? റിച്ചൂസ് ഒന്ന് അമല ഒന്ന് ആക്ടിവേറ്റ് ആക്കി കൊടുക്കും നമ്മുടെ ചാനല്. ഓക്കെ, എന്താണ് പറഞ്ഞേ? ഭിലായ് എന്താ പറഞ്ഞു? ഞാൻ എന്നെ മറന്നുപോയി അല്ലെ. 1959 ആരുടെ സഹായത്തോടെ? ബിഷ്യ. ഭിലായ് റഷ്യ. ഭിലായ് റഷ്യ. അപ്പൊ എന്ത് പഠിക്കുക? ബിഷ്യ എന്നവിടെ പഠിച്ചാ മതി. എന്താണ്? ബിഷ്യ. ഭിലായ് റഷ്യ. ക്ലിയർ ആണോ? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വിശ്വേശ്വരയ്യ അല്ലെ, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ഭദ്രാവതി കർണാടകയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഈ ബിഷ്യ എന്ന് പറയുന്നത്. അടുത്ത റൂർക്കേല അല്ലെ എവിടെയാണ്? റൂർജർ അല്ലെ ആരുടെ സഹായത്തോടെയാണ്? ജർമ്മനിയുടെ സഹായത്താണ്. എവിടെയാണ് റൂർക്കേല ചോദിക്കുകയാണെങ്കിൽ അത് ഒഡീഷയാണ്. എവിടെയാണ് മക്കളെ? ഒഡീഷയാണ്. എവിടെയാണ്? ഒഡീഷയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ SCERT ബുക്കിൽ ഒരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും പ്രിലിംസ് ആയിക്കോട്ടെ LGS ആയിക്കോട്ടെ പഠിച്ചോളൂ, അത്യാവശ്യമാണ് കേട്ടോ. അപ്പോ റൂർജർ, ഭിലായ് റഷ്യ, ബിഷിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത് ടിസ്കോ അല്ലെ നമ്മൾ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അതെ, ഏത് നദിയുടെ തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ് ചോദിച്ചാണെങ്കിൽ സുവർണരേഖ നദി. എവിടെയാണ്? സുവർണരേഖ നദിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് എന്ത്? ഈ ടിസ്കോ എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ ചോദിക്കുകയാണെങ്കിൽ കൽക്കരിയുണ്ട്, മാംഗനീസ് ഉണ്ട്, ചുണ്ണാമ്പ് കല്ലുണ്ട്, ഡോളമൈറ്റ് ഉണ്ട്, ഇരുമ്പയിരുണ്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബംഗാൾ അയൺ വർക്ക്സ് കോം. എന്താണ്? ബംഗാൾ അയൺ വർക്ക്സ് കോം ആണ് കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. SCERT ഉണ്ട്. ഏതാണ് മക്കളെ? ഈ ബംഗാൾ അയൺ വർക്ക്സ്
കോ ആണ്. നമുക്കറിയാം ഏതാണ് കുൾട്ടീവർ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതാണ് കുൾട്ടി? അതിന്റെയാണ് പറഞ്ഞത് കേട്ടോ. കുൾട്ടി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും നമ്മള്. കുൾട്ടി പശ്ചിമ ബംഗാൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? അത് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ചൈനയാണ് മക്കളെ. ഏതാണ്? അത് ചൈനയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏറ്റവും കൂടുതൽ സ്പോഞ്ച് അയൺ ചോദിച്ചിട്ടുണ്ട്. സ്പോഞ്ച് അയൺ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ അടുത്ത് നമ്മൾ ഏതാണ്? ഇന്ത്യൻ അയൺ സ്റ്റീൽ. ഏതാണ്? ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനിയാണ് കുൾട്ടി ട്ടോ. അത് പശ്ചിമ ബംഗാളാണ്. പൊതുമേഖലയിലെ അല്ലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഏതാണ്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ചോദ്യം നോക്കിയേ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതു രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? നമ്മൾ പറഞ്ഞു അല്ലെ, ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് മക്കളെ? പറഞ്ഞേ. ജർമ്മനിയുടെ അല്ലെ റൂർജർ, ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ 1959 വന്നതാണ്. ഏതാണ്? റൂർക്കേല അല്ലെ. ഏതാണ്? ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷയിലാണ്. റൂർക്കേല ഇരുമ്പുരുക്കുശാലയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നത് കോയൽ സംഘം. കോയൽ സംഘം SCERT യിലുണ്ട് കേട്ടോ. ഏതാണ് മക്കളെ? കോയൽ. ക്ലിയർ ആണോ? കോയൽ. വൈദ്യുതി ലഭിക്കുക, നമുക്ക് അതിനാവശ്യമായ കറണ്ട് വൈദ്യുതി ലഭിക്കുന്ന ഹിരാക്കുഡ് പദ്ധതിയാണ് എന്നും കൂടി മനസ്സിലാക്കുക. ഇരുമ്പ് ലഭിക്കുന്ന സുന്ദർഗഡ്, കൽക്കരി ലഭിക്കുകയാണെങ്കിൽ ജാരിയ ജാർഖണ്ഡ് ആണ്. ദെൻ ക്ലിയർ ആണോ? ദെൻ അടുത്ത ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് വിലയിരുത്തുക. സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഞാൻ വ്യവസായം മൊത്തം തീർത്തരാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. സ്പീഡ് കൂടുന്നുണ്ടോ? ഉറങ്ങിയൊക്കെ ഉച്ച 12-ലായിട്ടുള്ളൂ. 1:30 ഞാൻ വിടും. 1 മണിയാകുമ്പോഴേക്കും. അപ്പം നിങ്ങൾക്ക് ഊണ് കഴിക്കാൻ സമയമായി. കറണ്ട് അഫയേഴ്സ് ഇന്ന് തരണ്ടേ? വാട്സപ്പിൽ നമുക്ക് PDF ഇന്ന് ഇടുന്നേ ഉള്ളൂ. ഇട്ടിട്ടുണ്ടാവും, ടെൻഷൻ ആവണ്ട. കയറി നോക്കിക്കോളൂ കേട്ടാ. ഞാനാണെങ്കിൽ ഇന്ന് കുളിച്ചിട്ടും ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരും കുളിക്കാത്തത് കൊണ്ട്. സാധാരണ കുളിക്കും, പിന്നെ എപ്പോഴും കുളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കുളിക്കാത്തത് കൊണ്ടാണ് ഉറക്കം വരും. നിങ്ങൾ ആക്റ്റീവായിരുന്നാൽ ഞാൻ ആക്റ്റീവായി ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങി പിടിച്ചിരുന്ന സൗണ്ട് വല്ലാണ്ട് അങ്ങനെ എനിക്ക് പോകും. ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചു ഉണർത്തണേ. എടാ മക്കളെ, ഒരു ക്ലാസ്സിൽ നമ്മളെ ഇപ്പോൾ നിങ്ങൾ 70 പേരാണെങ്കിലും 70 പേരോളുണ്ട്. ഒരു ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ചിരിച്ചും ഒരു മൈൻഡ് റിലാക്സ് ആയിട്ട് ഇരുന്നാൽ നിങ്ങൾക്ക് പഠിച്ച കാര്യം മറക്കില്ല. ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നിട്ട് അങ്ങനെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും കിട്ടില്ല കേട്ടോ. ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ്. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ പിള്ളേർ ഇങ്ങനെ ഇരിക്കുക, ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മളൊന്ന് ചിരിച്ചും കളിച്ചൊന്ന് ആക്റ്റീവായിരുന്നു നോക്കിയേ, പഠിച്ച കാര്യം പരീക്ഷയ്ക്ക് ഉറപ്പായി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ജോലി വേണ്ടേ? ഓരോ മാർക്ക് അവിടെ OMR ഷീറ്റിൽ വേണ്ടേ? ഓരോ മാർക്കും ബബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതമാണ്, നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന പരീക്ഷയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്ന് ചിരിച്ച് കളിച്ച് കമൻ്റൊക്കെ അടിച്ചിരുന്നേ, ഉറപ്പാണ് നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവും. വെറുതെ മസിൽ പിടിച്ചിരുന്നിട്ട് ആർക്കാ വേണ്ടിയിരുന്ന ഒന്നും കിട്ടില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ സാധാരണ എപ്പോഴും ഇങ്ങനെയല്ലേ വരിക, മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടാണ്, കുളിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരുത്തിക്കേണ്ട നിങ്ങളായിട്ട് കേട്ടോ. ദെൻ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് വിലയിരുത്തുക. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് വിലയിരുത്തുക. ചോദ്യം നോക്കിയേ. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മക്കളെ? വിശ്വേശ്വരയ്യ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ശരിയാണോ? 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 കമന്റ് ചെയ്യേ. എല്ലാം ഞാൻ പറഞ്ഞു തരില്ല. വിശ്വേശ്വരയ്യ ആണോ? അവിടെ 2 ഓൺലി എന്നൊക്കെ ഇംഗ്ലീഷൊക്കെ, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വേണ്ട, ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യ അല്ല, ജംഷഡ് ഡാറ്റയാണ് അല്ലെ. ജംഷഡ് ഡാറ്റയാണ് എന്നും കൂടി, ഡാറ്റയല്ല ഡാറ്റയാണ്, മാറിപ്പോയത് കേട്ടോ. അപ്പൊ ഏതാണ്? ഇന്ത്യയിലെ ആസൂത്രിത വ്യവസായ നഗരം എന്നറിയപ്പെടുന്ന മുംബൈ ആണ് എന്ന് പറയുന്നു. ഇന്ത്യയിലെ ആസൂത്രിത വ്യവസായ നഗരമാണ് അത്, മുംബൈ അല്ല മക്കളെ. ഏതാണ്? ജംഷഡ്
ജംഷഡ്പൂരാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത മുന്നോട്ട് വെച്ച് കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. SCERT വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏത് കമ്മിറ്റിയാണ്? കാർവേ കമ്മിറ്റിയാണ്. അതെന്താണ് മക്കളെ? അവിടെ ശരിയാണ്. അവിടെ എന്താണ്? ശരിയാണ്. അപ്പൊ നമ്മളുടെ ആൻസർ എന്താവണ്? തെറ്റായതല്ലേ ചോദിച്ചത്. അപ്പൊ എന്താണ്? 1ഉം 2ഉം മാത്രം ശരി, തെറ്റാണ് അല്ലെ. 1ഉം 2ഉം മാത്രം തെറ്റാണ്. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവാരാണ്? ജംഷഡ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏതാണ്? ജംഷഡ്പൂരാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരാണ്? ശ്യാമപ്രസാദ് മുഖർജിയാണ്. ആരാണ്? ശ്യാമപ്രസാദ് മുഖർജിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ആരാ എനിക്ക് ചക്കര ഉമ്മയൊക്കെ തന്ന്? അടുത്ത, വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം. SCERT പഠിച്ചവർ കിട്ടും. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. എന്താണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്? കണ്ടിട്ടുണ്ടോ ഒരു ബോക്സിൽ? BIS അല്ലെ. എന്താണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എപ്പോഴാണ് വന്നത് ചോദിച്ചിട്ടുണ്ട്. 1987 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. എപ്പോഴാണ്? 1987 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ന്യൂഡൽഹിയാണ് അതിന്റെ ആസ്ഥാനം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? തെറ്റിക്കോ? എന്റെ അപ്പം ടൈപ്പ് ചെയ്തവർക്ക് പരീക്ഷ കിട്ടും കേട്ടാ. അല്ലാണ്ടിരുന്ന മിണ്ടാണ്ട് വായും പൊളിച്ചിരിക്കേണ്ടി വരും. അടുത്ത്, ഇന്ത്യയിൽ ആദ്യമായി സിമന്റ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി സിമന്റ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? കമന്റ് ചെയ്തേ. എവിടെയാണ് മക്കളെ? ചെന്നൈ ആണോ? ലുധിയാനയാണോ? അഹമ്മദാബാദ് ആണോ? സെക്കന്ദരാബാദ് ആണോ? അതെ, നമ്മുടെ ആൻസർ അത് തന്നെയാണ്. ചെന്നൈ ആണ്. എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി സിമന്റ് ഫാക്ടറി. സിമന്റ് ചെന്നൈ. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ. ചെന്നൈയിലാണ് അല്ലെ. 1904 ചെന്നൈയിൽ ആദ്യമായി സിമന്റ് ഫാക്ടറി സ്ഥാപിതമായത്. ലോകത്ത് ഏറ്റവും അധികം സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അതന്നെയാണ്, നമ്മുടെ തന്നെയാണ്. പറഞ്ഞേ, ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? നമ്മുടെ ഏതാണ്? കവിത കറക്റ്റ്. അൻസിയ, അഫ്സൽ പറഞ്ഞു. അതന്നെ അത് തന്നെയാണ്. ഏതാണ് രാജ്യമാണ്? സ്റ്റാർട്ട് ചെയ്യല്ല. ഏതാണ്? നമ്മുടെ അതന്നെ, അത് തന്നെ. കറിഞ്ഞോ? എനിക്കറിയാം. നമ്മുടെ എന്ന് പറഞ്ഞ എൻ്റെ ഒപ്പം പിടിക്കും. നമ്മുടെ ഇന്ത്യ അല്ല, ചൈനയാണ്. ഏതാണ്? ചൈനയാണ്. ഒരുപാട് പ്രാവശ്യം PSCയുടെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 2022-ലും 2023-ലും 2024 കഴിഞ്ഞ ജൂൺ മാസമുള്ള പരീക്ഷയിലും ചോദിച്ചതാണ്. ഏതാണ് ആൻസർ? ശ്രീരാഗെ, നിനക്കുണ്ട ഒരു കുതിരപ്പവൻ. നീ മാത്രമാണ് ആൻസർ ചെയ്ത് ചൈനയാണ്. ഏതാണ്? ചൈനയാണ്. പോക്കടം കെട്ട പിള്ളേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ചൈന പറയില്ല, നമ്മുടെ ചൈന എന്ന് മാത്രമേ പറയുള്ളൂ അല്ലേ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പം പറയണ്ട, ശരി മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇനി തെറ്റിക്കോ? അപ്പൊ ഇന്ന് തെറ്റിക്കില്ല അല്ലെ. താങ്ക്സ് മാം. സീഡാക, അപ്പൊ നിനക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം, തവിട് കൽക്കരി എന്നറിയപ്പെടുന്ന വിഭവം ഏതാണ്? തവിട് പറ്റിച്ചുല്ലേ. തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്ന വിഭവം ഏതാണ്? മക്കളെ അവിടെ ആൻസർ? ലിഗ്നൈറ്റ് ആണോ? പീറ്റ് ആണോ? ആന്ത്രാസൈറ്റ് ആണോ? ബിറ്റുമിൻ ആണോ? ഏതാണ് അവിടെ ആൻസർ വരെ? അതന്നെ, ആന്ത്രാസൈറ്റ് പറഞ്ഞു, മണ്ടക്ക് ഞാൻ മേടും. ഏതാണ് ആൻസർ? ലിഗ്നൈറ്റ് ആണ്. എന്താണ്? ഓപ്ഷൻ എ ലിഗ്നൈറ്റ്
ലിഗ്നൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? അതിന് തന്നെയാണ് ഞാൻ തവിട് എന്ന് അവിടെ പറഞ്ഞത്. മനസ്സിലായോ? ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനമാണ് ലിഗ്നൈറ്റ് അല്ലെ. ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചിട്ടുണ്ട്. നെയ്വേലി അല്ലെ. നെയ്വേലി എവിടെയാണ്? തമിഴ്നാട്ടിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. നെയ്വേലി എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലെ. ഇന്ത്യയിൽ അല്ലെ ഗോഡ്വാനം കൽക്കരി ഏറ്റവും പ്രധാന നിക്ഷേപം എവിടെയാണ്? ദാമോദർ തടത്തിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? നമ്മൾ പഠിച്ചു. ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ആൻസർ ചെയ്തേ. ഏതാണ്? നമ്മൾ പഠിച്ചു. അപ്പോഴേ ബിലായാണ് അല്ലെ. ബിഷ്യ എന്ന് പഠിച്ചു അല്ലെ. റഷ്യയുടെ പങ്കാളിത്തോടെ ഛത്തീസ്ഗഡിലെ ദുർഗ ജില്ലയിൽ സ്ഥാപിതമായതാണ്. 1959 വൈദ്യുതി ലഭിക്കുന്ന എവിടെയാണ്? കോർബ താപ വൈദ്യുതി നിലയമാണ് ചോദിച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായി വൈദ്യുതി എവിടെന്നാ ലഭിക്കുക? കോർബയാണ് മക്കൾ. എവിടെയാണ്? കോർബയാണ് എന്ന് മനസ്സിലാക്കുക. ബിഷ്യ ബിലായി റഷ്യയുടെ സഹായത്തോടെ എവിടെ നിന്നാണ് അല്ലെ കൽക്കരി ലഭിക്കുന്ന? കോർബ കാർഗലി കൽക്കരിപ്പാടത്താണ് എന്നും കൂടി ഓർത്തു വെക്കുക. SCERT വ്യക്തമായി പഠിച്ചവർക്ക് അതെല്ലാം ആൻസർ ചെയ്യാൻ സാധിക്കും. ദെൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അവിടെ വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തിയേ ആൻസർ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അല്ലെ ഹിരാപൂരിലാണ് എന്ന് പറയുന്നു. അത് ശരിയാണോ? ഏതാണ്? മിസ്സേ, ഞാൻ ഇന്നലെയാണ് ക്ലാസ് കണ്ടത്. ഒരു നാളേക്ക് വേണ്ടി ബ്ലോഗ്. ഓക്കെ, താങ്ക് യു. നന്നായി പഠിക്കൂ കേട്ടോ. ഏതാണ്? ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി. നമ്മൾ പറഞ്ഞു പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് അല്ലെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് കുൾട്ടി ഹിരാപൂർ. ശരിയാണ് അതിലെ. ഏതാണ്? അത് ശരിയാണ്. പ്രോപ്പർ പ്ലേസിന്റെ പേരാണ് കേട്ടോ. കുൾട്ടി ഹിരാപൂർ, പശ്ചിമ ബംഗാൾ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എവിടെയാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് എവിടെയാണ്? ദുർഗാണോ? അല്ല, നമ്മൾ പറഞ്ഞു ഭദ്രാപൂർ കർണാടക എന്ന് പറഞ്ഞു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല എവിടെയാണ്? സുന്ദർഗഡ് എന്ന് പറഞ്ഞു. ഏതാണ്? അതവിടെ ശരിയാണോ? അതും അവിടെ ശരിയാണ്. ദെൻ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ടാറ്റ എവിടെയാണ്? ടാറ്റ ബൊക്കാറോയാണ് എന്ന് പറയുന്നു. ടാറ്റ എവിടെയാണ്? ജംഷഡ്പൂരാണ്. അപ്പൊ അത് അവിടെ തെറ്റാണ്. ശരിയായ ജോഡി 1 3 മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത്. 1 3 മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത്. പ്രോപ്പർ പ്ലേസ് നമുക്ക് SCERT നോക്കിയാൽ കിട്ടും കേട്ടോ. അത് നമുക്ക് അങ്ങനെയൊക്കെ നോക്കി വെക്കണം. കാരണം എല്ലാവർക്കും ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. പക്ഷെ പ്രോപ്പറുള്ള പ്ലേസ് ആണ് എപ്പോഴും ചോദ്യകർത്താവ് PSC ചോദിക്കുക. ഇനി നമ്മൾ PSCയുടെ ട്രാക്കൊക്കെ മാറിക്കഴിഞ്ഞു. നമുക്കിനി കുറച്ച് ഒരുപടിയും കൂടി നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പഠിക്കാനിരിക്കുന്നു. ദെൻ ഹട്ടി രാംഗിരി ഖനനം ചെയ്യുന്നത് എവിടെയാണ്? ഹട്ടി രാംഗിരി എന്താണ് സംഭവം? ഹട്ടി രാംഗിരി എന്താണ്? നിങ്ങൾക്കറിയാം. അതന്നെയാണ് ഗോൾഡ് ആണ്, സ്വർണ്ണമാണ്. സ്വർണം. ഹട്ടി ഗോൾഡ് മൈൻസ് അല്ലെ. ചോട്ടാ ഹുബ്ലി ഗോൾഡൻ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? സ്വർണമാണ് ആൻസർ അല്ലെ. ഏതാണ്? സ്വർണമാണ് അവിടെ ആൻസർ. കർണാടകയിലെ റൈച്ചൂർ ജില്ലയിലാണ് ഹട്ടി ഗോൾഡ്സ് ആൻഡ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കർണാടകയിലെ റൈച്ചൂർ ജില്ലയിൽ. ഇമ്പോർട്ടന്റ് ആണ്. കർണാടകയിലെ റൈച്ചൂർ ജില്ലയിലാണ് ഹട്ടി ഗോൾഡ് ആൻഡ് മൈൻസ് സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ആന്ധ്രാപ്രദേശില് ഒരു പട്ടണം കൂടിയാണ് ഏത്?
രാംഗിരി എന്ന് പറയുന്നു അല്ലെ. ഇതെന്താണ്? ഈ ഖനിയിൽ ചെമ്പ്, ഈയം, സിങ്ക് തുടങ്ങിയ ധാതുക്കൾക്കൊപ്പം 4 ടണ്ണ് സ്വർണ്ണ അയിരും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്താണ്? അതിനോടൊപ്പം 4 ടണ്ണും സ്വർണ്ണ അയിരും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്തൊക്കെയാണ്? കോലാർ അല്ലെ, സോൻഭദ്ര, പിന്നെ ജോനാഗിരി, ലാവ തുടങ്ങിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മറ്റു പ്രധാനപ്പെട്ട സ്വർണ്ണ ഖനികളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല. ഇനി പൊന്നു എടുക്കാൻ പറ്റും, വേസ് നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇരുമ്പുരുക്ക് ശാല ഏതാണ് മക്കളെ? 1959 അല്ലെ. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? നമ്മൾ പറഞ്ഞു ഏതാണ്? ഓപ്ഷൻ ഡി അല്ലെ. ഇതൊക്കെ പറഞ്ഞ കാര്യമാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഭിലായ് നമുക്കറിയാം ഛത്തീസ്ഗഡ് ആണ്. പക്ഷെ അത് ഏതിന്റെ സഹായമാണ്? റഷ്യയുടെ സഹായത്തോടെ. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കൽക്കരി? ജാർഖണ്ഡ് ആണ്. ഏതാണ്? ജാർഖണ്ഡ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? അല്ലെ, ഏതാണ്? പഞ്ചസാര വ്യവസായത്തിന്റെ അല്ലെ, എന്താണ്? പഞ്ചസാര വ്യവസായത്തിന് അല്ലെ ഇതിന് ഉദാഹരണമാണ് എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. ഇതെന്താണ് ഫുഡ് ലൂസ്? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, പഠിച്ച ഒരാളാണെങ്കിൽ, SCERT ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുഡ് ലൂസ് എന്താണെന്ന് അറിയാൻ പറ്റും. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തവർക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ആൻസർ അവിടെ പഞ്ചസാരയാണ് നമ്മൾ പറഞ്ഞു. അത് നമുക്ക് ക്ലിയർ ആക്കി തരാം. ദെൻ വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായും ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? അതവിടെ തെറ്റാണ്. ദെൻ എന്താണ്? കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ് എന്ന് പറയുന്നു. ആവശ്യമാണോ? അവിടെ തൊഴിലാളികളൊന്നും അവിടെ ആവശ്യമില്ല. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ് എന്ന് പറയുന്നു. അതും അവിടെ ശരിയാണ് അല്ലെ. ഇതിലപ്പോ ഓപ്ഷൻസ് അവിടെ ഇല്ല കേട്ടോ മക്കളെ. ഓപ്ഷൻസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഒന്ന് ശ്രദ്ധിക്കുക, 1 4 അല്ലെ, ഓപ്ഷൻസ് അവിടെ ഇല്ല കേട്ടോ. ഒന്ന് പറഞ്ഞു തരുമോ മാം? ഇതിന്റെ മുമ്പ് മിസ് ഒരു PYQ പറഞ്ഞു, ഈ പോയിന്റ് പറഞ്ഞു. ഓക്കെ എന്താണ് ഫുഡ് ലൂസ് പറഞ്ഞ? ഈ വിഭവങ്ങള്, ഭൂമി അല്ലെ, മൂലധനം തുടങ്ങിയ ഉൽപാദന ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്ന, നമുക്കിപ്പോ ഏത് സ്ഥലത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാപിക്കാൻ കഴിയുന്നതിനെയാണ് ഏത് പറയാ? ഫുഡ് ലൂസ് എന്ന് പറയാം. കമന്റ്സ് നോക്കട്ടെ. ഏതാണ്? എന്താ പറയുന്നത്? നമുക്ക് ഈ സ്വാധീനം ചെലുത്താൻ ചെയ്ത ഏത് സ്ഥലത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യവസായം ചെയ്യാൻ സഹായിക്കുന്നതിനാണ് എന്ത്? ഫുഡ് ലൂസ് എന്ന് പറയുന്നത്. എന്താണ് ഫുഡ് ലൂസ്? ഇലക്ട്രോണിക് ഐറ്റംസ്, ഡയമണ്ട്സ്, കമ്പ്യൂട്ടർ, ചിപ്പ്, ഇതൊക്കെ ഫുഡ് ലൂസിന് ഉദാഹരണമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുന്നത്. SCERT ഒരു പേജിൽ എവിടെ നോട്ട് ചെയ്ത് വെച്ചു. ക്ലിയർ ആയി വായിച്ചു തരണം വിചാരിച്ചാണ്, മനസ്സിലാക്കിയിട്ടില്ല. അതായത് വിഭവങ്ങൾ, ഭൂമി, അധ്വാനം, മൂലധനം തുടങ്ങിയ ഉൽപാദന ഘടകങ്ങളിൽ നിന്നും സ്വാധീനം ചെലുത്താതെ, ആരെ സഹായമില്ലാതെ ഏതൊരു സ്ഥലത്തും സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു വ്യവസായത്തിനെയാണ് എന്ത് പറയുന്നത്? ഫുഡ് ലൂസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പഞ്ചസാര അത് ഉദാഹരണമല്ലേ? ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ചിപ്പ്, അതൊക്കെ ഏതിന് ഉദാഹരണമാണ്? ഫുഡ് ലൂസിന് ഉദാഹരണമാണ്. അടുത്ത് 16ാമത്തെ ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന കേരളത്തിലെ, നമ്മളവിടെ ഇന്ത്യ കഴിഞ്ഞു അല്ലെ, അടുത്ത കേരളത്തിലെ പരമ്പരാഗത വ്യവസായം ഏതാണ്? ഏത് വ്യവസായമാണ്?
അപ്പൊ നമുക്ക് പഞ്ചസാരയെ കുറിച്ച് കുറച്ച് കാര്യം നോക്കിയാലോ? പഞ്ചസാര വേണമെന്നുണ്ടോ? ഓക്കെ, പറയാം. ഏതാണ് രാജ്യത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൃഷി അധിഷ്ഠ വ്യവസായം ചോദിക്കുകയാണെങ്കിൽ അത് പഞ്ചസാര വ്യവസായമാണ് അല്ലെ. നമുക്ക് ലോകത്തില് പഞ്ചസാരയുടെ 8% നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. ഏറ്റവും ലോകത്ത് തന്നെ എത്ര? 8% നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ബ്രസീലാണ്. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണെങ്കിൽ മഹാരാഷ്ട്രയല്ലേ? അത് മഹാരാഷ്ട്രയാണ് മക്കൾ കേട്ടോ. ഇന്ത്യയിലായിട്ട് പഞ്ചസാര വ്യവസായ കേന്ദ്രം ബേട്ടിയ, ബീഹാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബീഹാറിലാണ് 1903 തോന്നുന്നു പഞ്ചസാര മില്ല് ആരംഭിച്ചോളാണ് ഈ വ്യവസായത്തിന് ആധുനികമായിട്ട് വളരെയധികം വികസനം തുടങ്ങിയത് എന്നും കൂടി ഓർത്തു വെക്കുക. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന കേരളത്തിലെ പ്രധാന പരമ്പരാഗത വ്യവസായം ഏതാണ്? ഏത് വ്യവസായമാണ്? കയറാണ് അല്ലെ. അതാണ് കയറാണ്. ഏതാണ്? കയറാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഏതാണ്? ചൈനയാണോ? അല്ല, നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. ഏതാണ്? നമ്മുടെ ഇപ്പൊ മഹാരാഷ്ട്ര ആയിട്ടുണ്ട് കേട്ടോ. പുതിയ അപ്ഡേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. UP ആയിരുന്നു, ഇപ്പൊ മഹാരാഷ്ട്ര ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ നോക്കി ഇപ്പത്തെ പുതിയ മക്കൾ അത് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കട്ടെ കേട്ടോ. അതൊന്നും കൂടി നോക്കിയിട്ട് പറയാം. മഹാരാഷ്ട്രയാണോ UP ആണോ നോക്കിയിട്ട് പറയാം. എനിക്ക് എൻ്റെ അത് അപ്ഡേറ്റ് ആയി വന്നാണ് മഹാരാഷ്ട്ര എന്ന്. നോക്കിയിട്ട് ഒന്നും കൂടി അപ്ഡേറ്റ് ആക്കി പറയാം കേട്ടോ. പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കയറിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ആലപ്പുഴയൊക്കെ കയറിന്റെ കാര്യം പറഞ്ഞോ? ഇല്ല അല്ലെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴയാണ് അല്ലെ. ആലപ്പുഴയാണ് കേരളത്തിൽ പരമ്പരാഗത വ്യവസായത്തിൽ 1-ാം സ്ഥാനത്തുള്ള വ്യവസായം കൂടിയാണ് ഏത്? ഈ കയർ ഉൽപ്പന്നങ്ങളെ വിപണനത്തിൽ അല്ലെ പ്രചരിപ്പിക്കാനും കയറ്റുമതി ചെയ്യാനും അതിനുവേണ്ടി സർക്കാർ ഒരു സ്ഥാപനം ഇതാക്കി. എന്താണ്? കയർ ബോർഡ് അല്ലെ. കയർ ബോർഡ് എവിടെയാണ് പറഞ്ഞേ? കൊച്ചിയാണോ? ആണോ? ആണ്. ആലപ്പുഴയല്ല, കൊച്ചിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എവിടെയാണ് കയർ ബോർഡ്? കൊച്ചിയാണ് അല്ലെ. കയർ ബോർഡ് എവിടെയാണ് ആസ്ഥാനം? കൊച്ചിയാണ്. കേരള സർക്കാർ സംസ്ഥാന കയർ വർഷം എപ്പോഴാണ്? കയർ വർഷം 2010 അല്ലെ. എപ്പോഴാണ് ഈ കയർ വർഷം? 2010 അല്ലെ. കേരളത്തിൽ കയർ വ്യവസായ മേഖലയിൽ വ്യാപിച്ച ഒരു പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഏജൻസി ഉണ്ട്. അതാണ് കയർ ഫെഡ് എന്ന് പറയുന്നത്. അത് ഏതാണ്? അപ്പെക്സ് ഏജൻസി കയർ ഫെഡ്. 1979 കയർ ഫെഡ് വന്നത് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ അടുത്ത് എന്താണ്? കയർ ഫെഡിന്റെ ആസ്ഥാനമാണ് ആലപ്പുഴ. കയർ ഫെഡിന്റെ ആസ്ഥാനമാണ് ആലപ്പുഴ. ഇന്ത്യയിൽ മൊത്തം കയർ ഉൽപ്പന്നങ്ങളുടെ എത്ര ശതമാനമാണ് കേരളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്? SCERT പഠിച്ചവർ കിട്ടും. ഏതാണ് അവിടെ ആൻസർ വരിക? പറഞ്ഞേ, എത്ര ശതമാനമാണ് മക്കളെ? എത്രയാണ് പറഞ്ഞേ? 85% നമ്മളൊക്കെ ഇതാണ്. മനസ്സിലായില്ലേ? എത്രയാണ്? 85%. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു വെച്ചോ. 85%.